സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്രമ സംഭവങ്ങളെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. അക്രമ സംഭവങ്ങളെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. അതായത് ചന്ദ്രന ഇതുപോലെ ആക്കിയവന്മാരെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറയുന്ന 55 വയസ്സുകാരൻ തെങ്ങ് കയറ്റ തൊഴിലാളിയായ നാറി അവനുണ്ടല്ലോ, അവൻ ചെയ്തിരിക്കുന്ന ചെറ്റത്തരെന്താണെന്നറിയുക. ഈ വയനാട് ദുരന്തത്തിൽ കൈയും മെയ്യും മറന്ന് പണിയെടുക്കുന്നവരാ. അതായത് അവിടെ മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, ഹിന്ദു ഇല്ല, രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അവിടെ നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനെ, അതായത് ഈ ബോഡിയൊക്കെ എടുക്കുമ്പോൾ കയ്യിലൊക്കെ ഇതാവുമല്ലോ, അവന് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം വായിൽ വെച്ച് കൊടുക്കുന്നത് ചിലപ്പോൾ DYFIക്കാരനായിരിക്കും, ഇല്ലെങ്കിൽ DYFIക്കാരന് കൊടുക്കുന്നത് ലീഗുകാരനായിരിക്കും, ഇല്ലെങ്കിൽ സേവാഭാരതി ഉണ്ട് അവിടെ, അവരൊക്കെ ഉണ്ട്. അങ്ങനെ കൈയും മെയ്യും മറന്ന് അവിടെ പണിയെടുക്കുന്നുണ്ട് എല്ലാവരും. അപ്പോഴാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന നാറിയുണ്ടല്ലോ, ഇവനെ ഇരുന്ന് വർഗീയ കമൻ്റ് അങ്ങ് കുത്തിത്തിരിക്കി കയറ്റുക. എന്നിട്ട് നല്ല രീതിയിൽ പിള്ളമാർ പോയിട്ട് പണിതു എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അക്രമ സംഭവങ്ങളെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് ശരിയുമല്ല. ആക്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നരകിക്കണം. എങ്ങനെയെന്നറിയാം, ഒറ്റപ്പെടുത്തണം അവനൊക്കെ, അതാണ് വേണ്ടത്. അതായത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. അവനൊന്നും ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഒരു സംഭവത്തിന് വിളിക്കാതെ അവനൊക്കെ ഒറ്റപ്പെട്ടിട്ടില്ലേ, ഇങ്ങനെ പിന്നീട് കരയണം. അതാണ് വേണ്ടത്. അതാണ് അവനുള്ള ശിക്ഷ. അവന് ജോലി പോലും കൊടുക്കാൻ പാടില്ല. നമ്മുടെ തേങ്ങ മുഴുവൻ അവിടെ ഉണ്ടായാലും ശരി, അവന് ജോലി പോലും കൊടുക്കാൻ പാടില്ല. അവൻ അങ്ങനെ ഈ നാട്ടിലൂട്ടി ഇങ്ങനെ തെണ്ടണം. അതാണ് അവനുള്ള ശിക്ഷ എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാനിങ്ങനെ ആലോചിച്ച് ഇവൻ എങ്ങനെയാണ് ഈ കമൻ്റ് ഇട്ടതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവനെ വെട്ടിയവർക്കെതിരെ കേസ് എടുത്തിരുന്നു. പിന്നെ അതുമാത്രവുമല്ല, പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് BJP മണ്ഡലം കമ്മിറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒരു ഭ്രാന്തനാകാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാൻ പറ്റുമല്ലേ? ശരിക്കും പറഞ്ഞാൽ ആകാൻ പറ്റുമോ? ഈ ദുരന്തം വരുമ്പോൾ പൊട്ടിച്ചിരിക്കുക, അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അവിടെ എന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുക. എന്തൊരു മനുഷ്യനാണ് ഇവനൊക്കെ. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അരുണ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളിങ്ങനെ ജീവന് വേണ്ടിയിട്ട് തല മാത്രമേ പുറത്തുള്ളൂ. ആ ചെളിയിൽ കിടന്നിട്ട് ഇങ്ങനെ തുഴയുന്നൊരു രംഗാണ് ഇന്നും എൻ്റെ മനസ്സിൽ. അതാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ആദ്യം ആ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഞാൻ കാണുന്നത് അതാണ്. അങ്ങനെ തുഴഞ്ഞിട്ട് അയാളെ രക്ഷപ്പെടുത്തുന്നത് പിന്നെ 1 മണിക്കാണ്. അതായത് രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ ഇവൻ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഒരു ചായ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് TVൻ്റെ മുമ്പിൽ നിന്ന് മാറിയത് എന്നുള്ളതാണ്. അതുവരെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു നമ്മളൊക്കെ. കാരണം ഭയങ്കര ഒരു എന്താ പറയേണ്ടത്, ഒരു മരവിപ്പായിരുന്നു മനസ്സ് മുഴുവൻ. അങ്ങനെയാണ്. നമുക്ക് ആർക്കും അറിയില്ലല്ലോ ഈ ചൂരൽ മലയുള്ളവരെയോ അല്ലെങ്കിൽ ഇവരെയൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അവരാരോ ആയി തീർന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോഴെന്ന് പറയുന്നത് വളരെ സങ്കടം തോന്നി. ആ ഒരു എല്ലാവരും ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ടും അവരൊറ്റയ്ക്കിന്ന് മണ്ണിലേക്ക് മടങ്ങേണ്ടി വന്നു. ഏതായാലും സംസ്ഥാന സർക്കാരുകളും നാട്ടുകാരും ഗംഭീര യാത്രയപ്പോൾ നൽകുന്നത്, എന്നാലും ഒരുപാട് സങ്കടം തോന്നി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ ദുരന്തം ഇത് ഉണ്ടാകുമ്പോഴാണ് ഇവനെ പോലുള്ള പുഴുക്കുത്തുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒരു കാലത്ത് ഇവനൊക്കെ വീണ് കിടക്കും. അതുറപ്പാന്ന്, ഇവനൊക്കെ വീണ് കിടക്കും അവിടെ. അന്ന് ഇവൻ ഇതോർത്ത് കരയണം. അതാണ് വേണ്ടത്. അതിന് ദൈവം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ, അവന് ആവശ്യമുള്ളത് കൊടുക്കട്ടെ, അവനിനി അങ്ങോട്ട് കരയാനുള്ള ഒരു ഇതങ്ങ് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന നാറി ഇനി ആയുഷ്കാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് വേണ്ടത്. അവന് ശിക്ഷ കിട്ടേണ്ടത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയുകയാണ്, ഒരിക്കലും ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളിൽ നമ്മൾ പോയി ചാടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മുതലെടുക്കുന്ന ഒരുപാട് നാറികൾ വേറെ ഉണ്ടാവും. ഇത് ചിലപ്പോൾ അവൻ്റെ ആൾക്കാരനെ ചെയ്തിട്ട് പറയും, ഇന്നാളാ ചെയ്തിനി എന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് അവൻ്റെ മക്കളുണ്ടെങ്കിൽ അവൻ്റെ മക്കളെ ഓർത്തിട്ട് ദുഃഖം മാത്രമാണ്. അതായത് അതിറ്റങ്ങളെ എങ്ങനെയാണ് ഇവൻ വളർത്തിയിട്ടുണ്ടാവുക? അല്ല, അതിറ്റങ്ങളെയും ഇതുപോലെയാണോ വളർത്തിയിട്ടുണ്ടാവുക? എങ്ങനെ തോന്നി ഇവന്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ ഓരോരോ ആൾക്കാരും ജീവൻ പണയം വെച്ചിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ഉരുൾപൊട്ടുമ്പോഴേ, അന്ന് വൈകുന്നേരം രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും അവിടെ ഉരുൾപൊട്ടി എന്നുള്ളതാണ്. അപ്പോഴൊക്കെ അവരെല്ലാവരും ഓടി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവരെ വർഗീയത കുത്തിക്കയറ്റുകയാണ് ഇവനെ പോലെയുള്ള ആൾ. ഇവനൊക്കെ ഇഞ്ചക്ഷൻ ഇങ്ങനെ തിരികെ കയറ്റുകയാണ്. അല്ല, ഇവൻ മറ്റേവൻ്റെ ആളാന്നേ, അതുകൊണ്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത്. മോഹൻദാസിൻ്റെ അല്ലേ? ഈ മോഹൻദാസ് എന്ന് പറയുന്ന അവൻ്റെ ആളാണ്.
അവനവിടെ AC റൂമിലിരുന്ന് ഛർദ്ദിക്കുന്ന നമ്മൾ കണ്ടതല്ലേ? എമ്മാതിരി ഛർദ്ദിക്കലായിരുന്നു. ഏതെങ്കിലും ഒരുത്തൻ അവനെ തിരുത്താൻ പോയോ? ഈ പറയുന്ന ഞാൻ അതാ പറഞ്ഞത്, ഈ BJP കാരനാന്ന് പറയുന്ന മേജർ രവി അടക്കമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ദുരന്തത്തിൽ പിന്നെ ദുരിതം അനുഭവിക്കുന്നവരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തകരെയൊക്കെ അഭിനന്ദിക്കുന്ന നമ്മുടെ മേജർ രവി പോലും ഒരിക്കലും ഈ പിന്നെ മറ്റേ ഇവനെയൊന്നും വിമർശിക്കാൻ പോയില്ല. ഈ മോഹൻദാസിനെയൊന്നും ആലോചിച്ച് നോക്കണം. അവിടെ ഇരുന്നിട്ട് തോന്നിയ വാസം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മാവന്മാർ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പന്മാരുണ്ട് നമ്മളെ നാട്ടിൽ ഒരുപാട്. എടാ കുത്തിത്തിരിപ്പന്മാരെ, നിൻ്റെ ഒന്നും ഒരു കുത്തിത്തിരിപ്പും കേരളത്തിൽ നടക്കൂല മോനെ, ഇവിടെ നടക്കൂല. ഇവിടെ ഈ ദുരന്തം ഉണ്ടായ അന്നു മുതൽ നമ്മുടെ മലയാളി സമൂഹങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒരൊലക്കയില്ല. നമ്മളെല്ലാവരും കൈ മെയ് മറന്ന് നമ്മൾ ഒറ്റക്കെട്ടാണ്. അവിടെ മുസ്ലിം ലീഗില്ല, ഹിന്ദുക്കളില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യനില്ല, പിന്നെ പാർട്ടികളൊന്നുമില്ല. അവിടെ ലീഗിൻ്റെ പാർട്ടിയില്ല, DYFI ഇല്ല, സേവാഭാരതിയില്ല, ഒരു പാർട്ടിയില്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് കഴിയുന്ന സഹായങ്ങൾ എല്ലാം ചെയ്യാൻ അവിടെ സന്നദ്ധരായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഈ ചന്ദ്രനെ പോലെ ചിന്തിക്കുന്നവരല്ല, അത് നമ്മൾ ആലോചിക്കണം. എല്ലാവന്മാരും ഈ ചന്ദ്രനെ പോലെ ചിന്തിക്കുന്നില്ല, ഈ മോഹൻദാസിനെ പോലെ ചിന്തിക്കുന്നില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോഴൊന്നും കൂടി പറയുകയാണ്. അതായത് ഒരു BJPൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രവർത്തകൻ അവൻ വിളിച്ചിട്ട് പറയുകയാണ്, കേരളത്തിൽ ക്ലച്ച് പിടിക്കാതെ എന്ന്. ആരാ? ഈ മോഹൻദാസിനെയാ പറയുന്നത്. ആലോചിച്ച് നോക്കണം. അവർക്ക് തന്നെ അറിയാം, ഈ BJPക്കാർക്ക് തന്നെ അറിയാം ഇതുപോലെ ഉള്ളത് കൊണ്ടാണ് ഈ കേരളത്തിൽ ഇങ്ങനെ ക്ലച്ച് പിടിക്കാതെ എന്ന്. ഒരു കണക്കിന് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരമാണിത്. നീയൊക്കെ എങ്ങനെയാണ്, നിൻ്റെയൊക്കെ സ്വഭാവം എങ്ങനെയാണ്, ഇതൊക്കെ വിലയിരുത്താൻ നമുക്കൊരു അവസരം കിട്ടി. അതുകൊണ്ട് നീയൊക്കെ ഇത് ചെയ്യണം മോനെ. ചന്ദ്ര, നീയൊക്കെ ചെയ്യണടാ. തെങ്ങുമ്മ കയറുന്ന ആറി നീയൊക്കെ ചെയ്യണം ഇത്. മനസ്സിലായ? നീക്കൊക്കെ എന്തൊരു മനുഷ്യനാണടാ നീയായിരുന്നത്. ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നടാ. നീയൊക്കെ മനുഷ്യനാണോ ഓർന്നേ? നീയൊക്കെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നീയൊക്കെ ആ കൊറോണ കാലത്ത് നിനക്ക് തിന്നാനും കുടിക്കാനും കൊണ്ട് തന്നത് ഈ പറയുന്ന എല്ലാ മതക്കാരും കൊണ്ട് തന്നിട്ടില്ലടോ നിനക്ക്? അതൊക്കെ നീ വീണിച്ച് തിന്നിട്ടില്ലേ? നീ നല്ലോണം മൂഞ്ചിയിട്ടില്ലേ അതൊക്കെ ആയിരുന്നേ? എന്നിട്ട് ഇമ്മാതിരി തോന്നിവാസം കളിക്കടാ. ഞാൻ ഇവൻ്റെ ആ പരിസരത്ത് അന്വേഷിച്ച് അപ്പോഴാണ് പറഞ്ഞത് ഇവൻ എല്ലാ സഹായവും ചെയ്യുന്നതാണ് അവിടെ എല്ലാ മതങ്ങളും. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് ഇവൻ ഇമാതിരി തോന്നിവാസം കളിക്കുന്നത്. എല്ലാ സഹായങ്ങളും മേടിച്ച് മൂഞ്ചിയതിന് ശേഷം നിൻ്റെ ആ ഒരു എല്ലിൻ്റെ ഇടയിൽ നിന്ന് ആ ഒരു കുത്തു വരുന്നത് എനിക്ക് അല്ലടാ ചന്ദ്ര. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. രണ്ട് വർത്താനം ഇവനോടൊന്നും പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്കതാണ്. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ആ വയനാട്ടിലുള്ള ആ പാവങ്ങളുടെ ആ മുഖം ഇങ്ങനെ വരുമായിരുന്നേ. ഞാൻ ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു പിന്നെ ഫോറസ്റ്റ് ഓഫീസർ ഇങ്ങനെ നിൽക്കുന്നില്ലേ, ആ കുട്ടിയുടെ കാലിങ്ങനെ മുറിഞ്ഞിട്ടിങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകുന്ന കണ്ടില്ല നമ്മുടെ രക്തം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും ആ കുഞ്ഞ് കരയുന്നില്ല. അതാണ്, എന്നിട്ടും കരയുന്നില്ല. ഇതൊക്കെ കണ്ട് മനസ്സ് എന്നാ പറയേണ്ടത് പിടച്ച് നിൽക്കുമെന്നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ആരും അക്രമത്തിലൊന്നും പോകരുത്. ഈ അക്രമത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വീട് കയറി അക്രമമൊന്നും നല്ലതല്ല. ചന്ദ്രനെ പോലെയുള്ള നാറികളുണ്ടാവും. ഓനൊക്കെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തിയിട്ടാണ് ശിക്ഷ കൊടുക്കേണ്ടത്. അതാ വേണ്ടത്. ഒറ്റപ്പെടുത്തുക, അങ്ങനെ വേണ്ടതാണ്. ഒരു കാര്യത്തിലും അടുപ്പിക്കരുത്. അങ്ങനെ ശിക്ഷ കൊടുക്കുക എന്ന് അങ്ങനെ പഠിക്കുള്ളൂ. നന്ദി, നമസ്കാരം.